ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയിലൂടെ നമുക്ക് തുടങ്ങാമല്ലേ. കുട്ടികളുടെ പുഞ്ചിരിയേക്കാളും സന്തോഷമുള്ള ഒറ്റ കാര്യം ഈ ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഏറ്റവും സന്തോഷം തരുന്നതും മനസ്സിന് ഏറ്റവും കുളിർമ തരുന്നതായിട്ടുള്ള കാഴ്ചകളാണല്ലോ അല്ലേ അതൊക്കെ, കുഞ്ഞുങ്ങൾ ചിരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ എൻ്റെ പൊന്നിൻ്റെ ചിരി വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഉച്ചക്കത്തെ കുറച്ച് ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങാം കേട്ടോ. ഒത്തിരി നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഉണ്ടല്ലോ ഞാൻ വെജിറ്റബിൾ ചോപ്പർ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് വളരെ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, മോനെ വെച്ചിട്ട് എന്തെങ്കിലും കട്ട് ചെയ്യുക ആക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ടാസ്ക്കായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാമല്ലോ. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് അത്ര സ്പീഡായിട്ട് ചെയ്യാൻ പറ്റില്ല, സ്പീഡായി ചെയ്യണം. പക്ഷേ എന്നാലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് കുക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല. കാരണം ചില സമയത്ത് മോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് നല്ല മിക്ക സമയത്തും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സമയത്തൊക്കെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ചില സമയത്ത് രാവിലെ ഉറങ്ങി എന്നെ നേരത്തെ എഴുന്നേൽക്കാൻ വിടില്ല, എന്നെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് മോനിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ജോലി ചെയ്യാന്നുള്ളതും ഇപ്പോൾ ഒരു ടാസ്ക്കായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ ജോലിയും അങ്ങ് തീർത്ത് വയ്ക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. എന്നാൽ ഒത്തിരി സമയം മോൻ്റെ കൂടെ കളിക്കാനുണ്ടാവും. പക്ഷെ ഇപ്പം മോൻ അതിന് വിടാത്തൊരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വലുതാവല്ലേ, ആ ഒരു മാറ്റം ഇങ്ങനെ നമുക്ക് കണ്ടു തുടങ്ങാനായിട്ട് പറ്റുന്നുണ്ട്. ഒത്തിരി സന്തോഷം തന്നെയാണ്. പക്ഷേങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ച സമയത്ത് ക്ലീൻ ചെയ്യാനോ അങ്ങനെ ഒരു കാര്യങ്ങളും പറ്റില്ല കേട്ടോ. അവൻ എപ്പോഴാണോ എന്നെ ചെയ്യാൻ വിടുന്നത് ആ സമയത്തേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ അവന് ഒരു ഉച്ചയിലിടയിൽ കുറച്ച് സമയം ഒന്ന് ഉറങ്ങി കിട്ടും കേട്ടോ. ആ സമയത്ത് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറേ ഉറങ്ങി കിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ വേണം എനിക്ക് എൻ്റെ ജോലികൾ തീർക്കാനായിട്ട്. അപ്പോഴാണ് വേഗത്തിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ ചിക്കൻ്റെ ഹാർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 1 കിലോ ഹാർട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ചോപ്പ് ചെയ്തിടാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ ചെയ്യാണ് കേട്ടോ. പക്ഷേ ചോപ്പർ എന്നെ സത്യം പറഞ്ഞാൽ ചതിച്ചു എന്ന് പറയാം. എനിക്ക് നമ്മളെന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോഴും അതുപോലെ എന്താണെങ്കിലും കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവണം. അതെനിക്കത് കുറച്ച് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് കാണാൻ കുറച്ച് ചെറുതായി ഭംഗിയായിട്ട് അരിയണം എന്നുള്ളത് എനിക്ക് കുറച്ച് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ചോപ്പർ വെച്ചാൽ ഞാൻ നല്ല ഭംഗിയായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചാൽ ഈ ഒരു ചോപ്പറിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുമായിട്ടൊരു യുദ്ധം നടത്തി കേട്ടോ. എൻ്റെ ഉള്ള ശക്തി മുഴുവൻ പോയെന്ന് മാത്രമല്ല കുറേ സമയവും പോയി, ഒന്നും പറയണ്ട. എന്നാൽ എനിക്ക് ഉദ്ദേശിച്ച പോലെ ഭംഗിയായിട്ട് കിട്ടിയതുമില്ല. പിന്നെ ഇലക്ട്രോണിക്സ് ടൈപ്പ് എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കണം. അപ്പോൾ പിന്നെ നമ്മളെ കറണ്ടിൻ്റെ ബില്ല് കൂടുമോ, അതിലെന്തെങ്കിലും വേരിയേഷൻ വരുമോ എന്നുള്ളത് ചെറിയൊരു ടാസ്ക്കായിട്ട് വരും. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് വരുന്നത് അത് പിന്നെ അത്രക്കൊന്നും കൂടില്ല. കാരണം ചെറിയ സമയമല്ലേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, അത്രക്കൊന്നും വരില്ല എന്നറിയാം. എന്നാലും അതിന് ശബ്ദം മറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ മോൻ ഉറങ്ങുമ്പോൾ ഞാൻ മിക്സി തന്നെ ഓണാക്കാറില്ല. അപ്പോൾ പിന്നെ അതിനെക്കൊണ്ട് എനിക്ക് വലിയ കാര്യം ഉണ്ടാവില്ല എന്ന് തോന്നി കേട്ടോ. ഇതെൻ്റെ ശക്തി മുഴുവൻ എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ അങ്ങ് ശരിയായി വന്നു കേട്ടോ. പക്ഷേ എനിക്കിതൊട്ടും ഇഷ്ടമായില്ല. ഞാൻ രണ്ടാമത്തെ ടൈപ്പാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് ആദ്യമായിട്ടാണ് നോക്കുന്നത്. പിന്നെ നമ്മൾ ആ ത്രെഡ് വെച്ച് വലിക്കുന്ന ടൈപ്പായിരുന്നു നോക്കിയത്. ഇതിലും ബെറ്റർ ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് തീരെ വർക്കായില്ല. ഇതിലും വേഗത്തിൽ ഞാൻ ഒരു 2 മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം അരിഞ്ഞെടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി വെറുതെ ഇത് വാങ്ങിച്ച് എൻ്റെ കാശ് കളഞ്ഞെന്നല്ലാതെ ഇതുകൊണ്ടൊരു കാര്യമില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ നോക്കുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ നിങ്ങൾ, വല്ലാതൊരു പുച്ഛം തോന്നി കേട്ടോ. എനിക്കതിൻ്റെ ഇങ്ങനെ അരിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര നിരാശയായിപ്പോയി. ഞാനിങ്ങനെയല്ല വിചാരിച്ചത്. എനിക്ക് ചോപ്പറിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് കിട്ടണം. എനിക്ക് ചിലവർക്ക് ഉണ്ടാവും കേട്ടോ അങ്ങനെ, ഇല്ലാത്ത സമയത്ത് വേഗത്തിൽ അങ്ങ് ചെയ്താൽ പോരെയും ചിന്തിക്കുന്നവരുണ്ടാവും. അതല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അതൊന്നും പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതെന്തായാലും ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഉള്ളിയും കൂടെ ഞാൻ സെപ്പറേറ്റായിട്ട് വേറെ തന്നെ അരിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഇതൊക്കെ പറ്റുള്ളൂ എന്നുള്ള കാര്യം. അതാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലത്. ഇതൊരുമാതിരി നുറുക്കിയിടുക എന്നല്ല, എന്താ പറയുക, എന്തൊക്കെയല്ലോ ഷേപ്പിലായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ തീരെ ഇഷ്ടമായില്ല. എന്തായാലും ഇഞ്ചിയൊന്നും ശരിക്കും എന്താ പറയുക ചോപ്പായി കിട്ടിയില്ല എന്നൊക്കെ പറയാം. പിന്നെ മതി പോട്ടെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ തന്നെ അത് കഴുകി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എല്ലാം ഒതുങ്ങി കാണാത്തത് എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പം അത് വെക്കാനുള്ള പാത്രങ്ങളും നമ്മളുടെ ഉള്ളിയുടെ തൊലിയൊക്കെ അരിഞ്ഞിടാനുള്ള പാത്രമൊക്കെയാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ടേ ഞാനത് ക്ലീൻ ചെയ്യുള്ളൂ. അത് മാത്രമല്ല, രാവിലെ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിൻ്റെ നമ്മളുടെ ഗ്യാസ് സ്റ്റവൊക്കെ അത്യാവശ്യം വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്യണം. ഇതിനിടയിൽ എൻ്റെ ഷൂട്ടിങ്ങും കൂടെ നടക്കുന്നുണ്ടാവും. ഇൻസ്റ്റഗ്രാമിലേക്ക് വേണ്ടിയിട്ടും യൂട്യൂബിലേക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള ഷൂട്ടിങ്ങും കൂടെ ഇതിനിടയിൽ നടക്കുന്നുണ്ടാവും കേട്ടോ.
ഇവിടുത്തെ ഉള്ളി കൊടുക്കത്തെ എരിവാണ്. എനിക്ക് കണ്ണിരിഞ്ഞിട്ട് പാടില്ല കേട്ടോ. എനിക്ക് കണ്ണിരിച്ചിരി വെള്ളം കുറവാണ്. പക്ഷേ ഒരായുസിന് വേണ്ടുന്ന കണ്ണീര് മുഴുവൻ തീർത്തോണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ കണ്ണീരിൽ ഇത്തിരി ക്ഷാമമാണ്, എൻ്റെ കണ്ണീരിന് ഇത്തിരി ക്ഷാമമാണ്. അതുകൊണ്ട് ഇത്തിരി വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് നീറും കേട്ടോ. അതുകൊണ്ട് മാക്സിമം കരിയാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഉള്ളി എന്നെ മിക്കവാറും കരിയിക്കാറുണ്ട്. ഏട്ടൻ പറയും ഇപ്പോൾ വല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അരിയാൻ പറയും. മിക്കവാറും അത് വേണ്ടി വരുമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് കണ്ണിന്ന് വെള്ളം വരും. അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളതുണ്ടല്ലോ, 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണ് നമ്മൾ മട്ടൺ മസാലയാണ് കേട്ടോ ഞാൻ എടുത്തത്, ഈസ്റ്റേണിൻ്റെ. അത് അടിപൊളിയാണ്. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത്തിരി വെളിച്ചെണ്ണയും ചേർത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം വളരെ കുറച്ച് 1 ടീസ്പൂണ് മാത്രം മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിൻ്റെ കാര്യം കൺഫ്യൂഷൻ ആവേണ്ട, വരുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇനി ഇത്തിരി ഉപ്പും ഇതിലേക്ക് തന്നെ ചേർത്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ചിക്കൻ്റെ ഹാർട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ഈ ഹാർട്ട് നമ്മൾ നടുവേ മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് കളയണം, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ചൊവയുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ്, നടുവേ മുറിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്ലീനാക്കി തന്നെയാണ് ഇവിടുന്ന് കിട്ടുക. എന്നാലും എനിക്ക് തൃപ്തിക്കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും നന്നായിട്ട് കഴുകി ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ആ ബ്ലഡിൻ്റെ അംശം ഉണ്ടായാൽ ഇതിനൊരു വല്ലാത്തൊരു ചൊവയായിരിക്കും. ചിലവർക്കത് ഇഷ്ടമുണ്ടാവും, പക്ഷേ എനിക്കിഷ്ടമല്ല. ഇനി ഇതിൽ തന്നെ നമ്മളൊന്ന് ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. മീൻസ് ഒത്തിരി കുക്കാവണം എന്നല്ല കേട്ടോ, ഇതിൽ നിന്ന് തന്നെ അത് പകുതി കുക്കാവും. അത് നമുക്ക് മാറ്റി വെക്കാം. ആ സമയത്തേക്ക് നമുക്ക് അടുത്ത സംഭവം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ വേറൊരു പാനിൽ ഉള്ളിയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാനുള്ള തരത്തിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. കറിവേപ്പിലൊക്കെ എപ്പോഴും ഒരു നാടൻ ടേസ്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റില്ല, നല്ലൊരു ഫ്ലേവറാണ്. ഇതിൽ മല്ലിയിലയുടെ ആവശ്യമൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല, ഇനി വേണമെന്ന് വെച്ചാൽ ചേർക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് അടുത്ത പാൻ വെച്ചു. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർന്നതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇത് വഴണ്ട് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച്, ഇതിപ്പോൾ വഴലുന്നതിന് മുൻപ് തന്നെ ഞാൻ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇച്ചിരി ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാം, ഉപ്പ് ഒരുപാട് കൂടിപ്പോകരുത്, കാരണം നമ്മൾ ഓൾറെഡി അപ്പുറത്തേൽ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പുറം ഇപ്പുറം മാറി നിന്ന് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അവിടുന്ന് ആയി വരുന്ന സമയം കൊണ്ട് കറിവേപ്പില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. കഴുകാതെ തന്നെയാണ് കേട്ടോ മാറ്റി വയ്ക്കുക. എടുക്കുമ്പോൾ കഴുകുക ചെയ്യുക. ഇനി കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈർപ്പം പോയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. ഇല്ല എങ്കിൽ ഇത് എനിക്ക് ഏകദേശം 1 മാസത്തോളമൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. ഞാൻ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ വെള്ളം കളഞ്ഞിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യം പറയാമല്ലോ 1 മാസത്തിൽ കൂടുതൽ ഞാൻ ക്യാരറ്റൊക്കെ അരിഞ്ഞു വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും ചീത്തയായിട്ടില്ല, സംഭവം കഴിയാറായി, അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നിന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു എന്ന് മാത്രം കേട്ടോ. പെട്ടെന്ന് ഇതിങ്ങനെ ഞാൻ പറിച്ച് ചീന്തി എടുക്കുന്നത് മോനെ എഴുന്നേക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളിലുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനാക്കി അതിൻ്റെ വേസ്റ്റൊക്കെ വേഗം വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ട് വീണ്ടും ഒന്ന് കൈയൊക്കെ കഴുകുകയാണ്. കാരണം ഇതിലൊക്കെ എന്തൊക്കെ അടിച്ച് ആക്കിയിട്ടുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ലല്ലോ, കീടനാശിനിയൊക്കെ ആക്കിയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടൊന്ന് കൈ നന്നായിട്ട് സോപ്പിട്ടിട്ട് തന്നെ കഴുകുക കേട്ടോ. ഇനി ഞാൻ അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മളുടെ പകുതി വെന്തിട്ടുള്ള ഹാർട്ടും കൂടെ ചേർക്കുക. ഇനിയുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് അത് വഴറ്റിയെടുക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ അങ്ങ് ചെയ്യുക. അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് മാന്തൾ മീൻ ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കറിവേപ്പിലയും ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് 2-3 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അങ്ങ് പറ്റിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വിചാരിക്കും പുളി ചേർക്കാണ്ട് രസം ഉണ്ടാവുമെന്ന്, ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ ഫിഷും അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഈ മാന്തൾ, അതുപോലെ നമ്മളുടെ പുയ്യാപ്പിള കറ്റിലയില്ലേ, എന്താ അതിന് പറയുക, കിളിമീൻ, ആ മീൻ, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചെമ്മീൻ, ഇതൊക്കെ ഈ ഒരു രീതിയിൽ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും. ബാക്കി ഫിഷുകളൊന്നും അങ്ങനെ ട്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ ആക്കിയെടുക്കുന്നുണ്ട്. ഇത് വഴണ്ട് വരുന്നുണ്ട്. എൻ്റെ കയ്യിലൊരു കുറച്ച് മല്ലിയിലയുടെ തണ്ട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു, കാരണം അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടതാണ്. ഇതിനത് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങ കൊത്തും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ തൂവി കൊടുത്താൽ പിന്നെ പറയണ്ട, അത്രയും ടേസ്റ്റാണ്. പക്ഷെ ഇവിടെ ഏട്ടന് കുരുമുളക് ഇച്ചിരി അലർജിയാണ്. മൂപ്പർക്ക് ഭയങ്കരമായിട്ട് മുഖത്തൊക്കെ നീറുന്ന പോലെ ഉണ്ടാവും. ഒരാൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ഒരു വിഷമല്ലേ. അതുകൊണ്ട് ഞാൻ കുരുമുളക് ഇടാറില്ല കേട്ടോ. നിങ്ങളിട്ടാൽ ഇത്തിരി കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ സംഭവം റെഡിയായി. ഇനി ഇത് നമ്മൾ ഇപ്പോൾ രാവിലെ ആക്കി കഴിഞ്ഞാൽ ഉച്ചക്കും വൈകുന്നേരമൊക്കെ നമ്മൾ ചൂടാക്കി എടുക്കുന്നതോറും ഇതിന് ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെ മോന് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കും കേട്ടോ. ഇത് കുട്ടിക്കാലത്ത് വാങ്ങിച്ചിട്ടുള്ള അവൻ്റെ ക്രാഡിലാണ്. അത് ഞാൻ എന്തായാലും OLX ഇടാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അവനത് കണ്ടപ്പോൾ അതിലിരിക്കാൻ തോന്നിയത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ മാത്രമല്ല ഏട്ടനും പറഞ്ഞു കേട്ടോ, അവൻ കുറച്ച് അത് എൻജോയ് ചെയ്തോട്ടെ. കാരണം കുറച്ച് വയസ്സ് വരെ മാത്രമേ ഇനി അതിലിരിക്കാൻ പറ്റുള്ളൂ. 2 വയസ്സാകുമ്പോഴേക്കും നമ്മളത് മാറ്റേണ്ട സമയമാവും. അവൻ്റെ കളിയും ചിരിയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊരു പ്രത്യേക സന്തോഷമാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ കുറേ നേരം കളിക്കും കേട്ടോ. അപ്പോൾ നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നതും കുറേ കാര്യങ്ങൾ കൂടി വരും കേട്ടോ. ഇതിനിടയിൽ നമ്മൾ കുറേ വാക്കുകൾ പഠിക്കുന്നുണ്ടാവും. അവന് കുഞ്ഞു കുഞ്ഞു ബുക്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഓരോ വേർഡ്സ് ഓരോ കാര്യങ്ങളൊക്കെ ഓരോ ദിവസം പഠിക്കും. അവന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യാറൊന്നുമില്ല കേട്ടോ. അവന് താല്പര്യത്തോടു കൂടി തന്നെ അവൻ പഠിക്കും. കള്ളൻ എന്നോട് ചിരിക്കും കേട്ടോ അടിയിലിരുന്നിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അമ്മനെ പിടിക്കാൻ വാ, അമ്മനെ ഇതാ ചവിട്ടി മുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അവൻ ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പിന്നെ എനിക്ക് എന്തൊക്കെ വേദനയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവനെ കൂടെ സോറി പറയിപ്പിക്കാനും അതുപോലെ തടവി തരാനൊക്കെ ഞാൻ പറയും കേട്ടോ. കാരണം കുറച്ച് മറ്റുള്ളവരുടെ വേദനയെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുകയും കൂടെ വേണമല്ലോ. എനിക്ക് അവനെ എങ്ങനെ വളർത്തണമെന്ന് നല്ല ധാരണയുണ്ട് കേട്ടോ. എങ്ങനെ എൻ്റെ മോൻ വളരണം എന്നൊക്കെയുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അവൻ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഒരു കാര്യത്തിലും അങ്ങനെ ഞാൻ പ്രഷറൊന്നും ചെയ്യും.